ദുർഗാഭഗവതിക്ക് രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്, ശാന്തവും ബീഭത്സവും. ബീഭത്സ രൂപത്തിൻ്റെ ഒരു രൂപമാണ് ഭദ്രകാളി. 1000 ഭദ്രകാളിമാർ ചേരുമ്പോൾ ഒരു വീരഭട്ടാരിക. അങ്ങനെയുള്ള വീരഭട്ടാരികയാണ് ഈ കൂടിയുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്കും അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്കും കടക്കാം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അതിൻ്റെ ഒരു കാലനിർണയം നമുക്ക് അസാധ്യമാണ്. അന്ന് കാടുപടലങ്ങൾ മൂടി വിജനമായി കിടന്ന ഒരു ഭൂപ്രദേശമായിരുന്നു. അന്നിവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമില്ല, ചുറ്റുപാടും വീടുകളില്ല, കടകമ്പോളങ്ങളില്ല, ജനവാസമില്ല. ഇന്ന് കാണുന്ന ഒരു ആധുനികതയുടെ യാതൊരു അടയാളങ്ങളും അക്കാലത്തില്ല. തികച്ചും വനസദൃശമായ ഒരു ഭൂപ്രദേശം. കൊടുങ്കാടെന്ന് പറഞ്ഞുകൂടാ. കാരണം ഫലവൃക്ഷങ്ങളും പാഴ്വൃക്ഷങ്ങളും ഇടതൂർന്ന് വളർന്നിരുന്നു. ഭൂപ്രദേശം ഒന്ന് വിശേഷിപ്പിക്കാം. കാരണം കുറച്ച് അകലെയോട്ട് മാറി താമസക്കാരും വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അവരുടെയൊക്കെ ഒരു തോട്ടവിളയായിരുന്നിരിക്കണം ഈ പ്രദേശം എന്നാണ് നമ്മുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ പ്രത്യക്ഷത്തിൽ വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നിരുന്ന ഒരു വനസദൃശമായ പ്രദേശം. എന്നാൽ ഈ വൃക്ഷങ്ങളെ കൂടാതെ 2 കുളങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീകോവിൽ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് മാറി ഒരു ചെറിയ കുളം, അതിന് അന്ന് ഭൂതക്കുളം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരാൾ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വിജനമായ കാടായിട്ട് തോന്നുള്ളൂ. കാരണം ഒരൊറ്റ മനുഷ്യജീവിയെ പോലും കാണാനില്ല. ഈ പുല്ല് സമൃദ്ധമായി വളർന്നു കിടക്കുന്നതുകൊണ്ട് അകലങ്ങളിൽ താമസിക്കുന്ന ഈ യുവാക്കളും ആൺകുട്ടികളുമൊക്കെ അന്ന് വിദ്യാഭ്യാസമൊന്നും ഇതുപോലെ പുരോഗമിച്ചിട്ടില്ല. ഇന്നത്തെ പോലെ രാവിലെ സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു സാഹചര്യം, സാമൂഹിക സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം കൃഷി, കന്നുകാലി വളർത്തി, ഇതൊക്കെയാണ് പ്രധാന ജോലികൾ. അപ്പോൾ അങ്ങനെ നേരം വെളുക്കുമ്പോൾ എവിടെയൊക്കെയുള്ള അകലങ്ങളിലുള്ള ആൺകുട്ടികൾ കന്നുകാലികളുമായി ഇവിടെ വരും. കാരണം ഇവിടെ സമൃദ്ധമായി പുല്ല് വളർന്നു കിടക്കുന്നുണ്ട്. ഈ കന്നുകാലികളെ കൊണ്ടുവന്ന് മേയ്ക്കാൻ വിട്ടിട്ട് ഈ ആൺകുട്ടികൾ കായിക വിനോദങ്ങളിൽ ഏർപ്പെടും. അതൊരു പതിവായിരുന്നു. കന്നുകാലികളെയും പുല്ല് നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പുല്ല് മേയും, ഈ കുളത്തിലിറങ്ങി വെള്ളം കുടിക്കും. അത് അവരവരുടെ ജോലി നോക്കും. ഈ സമയത്ത് കുട്ടികൾ വിവിധ കായിക വിനോദങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ ഈ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അവർ നോക്കിയപ്പോൾ ഒരു തെങ്ങിൽ നിന്നും ഒരു നാളികേരം അടർന്നു വീണു, ഒരു തേങ്ങ അടർന്നു വീണു. പെട്ടെന്ന് ആ പിള്ളേർ ഓടി വന്നൊരു പയ്യൻ ആ തേങ്ങ എടുത്തു. അപ്പോൾ അവരുടെ അടുത്ത ശ്രമം നമുക്ക് ഊഹിക്കാം, അത് പൊളിച്ച് ആ തേങ്ങ ഇളക്കി തിന്നുക എന്നുള്ളതാണ്, ഭക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവരുടെ കയ്യിൽ ഈ തൊണ്ട് പൊളിക്കാൻ, ഇളക്കാൻ വെട്ടുകത്തിയോ പാരയോ കോടാലിയോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. അവർ 4 വശവും നോക്കി, എങ്ങനെ ഇത് ഇടിച്ച് ഇതിൻ്റെ തൊണ്ട് പൊളിക്കും. അവരെങ്ങനെ 4 വശവും അതിനുള്ളൊരു സൗകര്യം നോക്കിയപ്പോൾ സൂക്ഷ്മം പോലെ ഈ ഭൂതക്കുളത്തിൻ്റെ തെക്ക് വശത്ത് കിഴക്ക് മാറി മണ്ണിൽ ഒരു പാറക്കല്ലിങ്ങനെ പൊങ്ങിയേക്കുന്നു. അവർ മറ്റുള്ളവരെ അറിയിച്ചത് അന്ന് വരെ അവർ ഈ പാറക്കല്ല് കണ്ടിട്ടില്ല. ഈ തേങ്ങ കിട്ടിയ സമയത്താണ് അവരാദ്യമായി ഈ പാറക്കല്ല് കാണുന്നത്. ഒരു പാറക്കല്ല് എന്ന് പറയുമ്പോൾ താഴെ വീതി കൂടി മുകളിലോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞ് ഒരു ട്രപ്പീസിയത്തിൻ്റെയൊക്കെ ലംബകമുണ്ടല്ലോ നമ്മുടെ മാസിലെ, ആ ഒരു ഷേപ്പിലൊരു പാറക്കല്ല് അറ്റം കൂർത്തിരിക്കുകയാണ്. അതൊക്കെ ഒരു നിയോഗമാണ്. നമ്മുടെ ഐതിഹ്യവും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആകൃതിയൊക്കെ വരുന്നത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ നല്ല സൗകര്യം തേങ്ങ പൊളിക്കാൻ. അതിലൊരു പയ്യനെ തേങ്ങ കൊണ്ടുവന്ന് ഈ അഗ്രത്തുള്ള മൂലയിൽ ഇടിച്ചിടിച്ച്, ഈ പാറക്കല്ലിൻ്റെ അറ്റത്തുള്ള മൂലയിൽ ഇടിച്ചിടിച്ച് തൊണ്ടെല്ലാം പൊളിച്ച് അവസാനത്തെ ഇടിയിൽ ഈ ചിരട്ട വന്ന് കല്ലിൽ പടവുന്നൊരിടി ഇടിച്ചു. കല്ലിടിച്ചപ്പോൾ ആ കല്ലിൽ നിന്ന് ഒരു കഷ്ണം ഇളകിപ്പോയി, അടർന്നു പോയി. പാറക്കല്ലിൻ്റെ ഒരു പീസ് അടർന്നു പോയി. സൂക്ഷ്മം പോലെ ആ അടർന്നുപോയ ഭാഗത്തു നിന്നും കുട്ടുകുടാന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് പിള്ളേർ ഭയന്നു. അവരാ നാളികേരം അവിടിട്ടിട്ട് ഓടി, വീടുകളിലേക്ക് ഓടി. വീട്ടുകാരെ വിവരം അറിയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നാടുവാഴി ഭരണമായിരുന്നു. വീട്ടുകാരെല്ലാം കൂടെ ചെയ്ത് നാടുവാഴി വിവരം അറിയിച്ചു. നാടുവാഴി കൊട്ടാരം ജോത്സ്യനുമായി ഈ പ്രദേശത്തെത്തി. ഒപ്പം വീട്ടുകാരും വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്ന് ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് ഈ ശിലയ്ക്ക് ചുറ്റി നിൽക്കുകയാണ്. ആ ജോത്സ്യൻ അവർക്ക് അപ്പോഴേ സംശയം തോന്നി. ഒരു പാറക്കല്ലിൽ നിന്നും രക്തം വാർന്നു വരണമെങ്കിൽ എന്തോ ഒരു അദൃശ്യ ശക്തി ആ ശിലയിൽ കുടികൊള്ളുന്നുള്ള സംശയം കൊണ്ടാണ് നാടുവാഴി ജ്യോത്സ്യനെയും കൊണ്ടുവന്നത്. ജ്യോത്സ്യന് പ്രശ്നം വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ശിലയിൽ വീരഭട്ടാരിക കുടികൊള്ളുന്നു. ഇത് സ്വയംഭൂവായ വിഗ്രഹമാണ് എന്ന് പറയുമ്പോൾ മണ്ണിൽ
ഒരു പാറക്കല്ലിൽ ദേവി സ്വയംഭൂവായതാണ്. ഈ കല്ലിന് ഒരു ദേവീരൂപമില്ല. അതുകൊണ്ട് ദേവിയെ പൂജിക്കാനും ആരാധിക്കാനും ഈ കല്ലിവിടെ ഇളക്കി മാറ്റിയിട്ട് ഒരു ദേവീ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കാൻ പാടില്ല. ഒരാകൃതിയില്ലാത്ത ഈ ശിലയെ അനക്കാതെ ഇതുപോലെ ഇവിടെ നിർത്തി ആരാധിക്കണം, പൂജിക്കണം. ഇതനക്കാതെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ആചാരവിധിപ്രകാരമുള്ള പൂജകൾ നടത്തണം. അതാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള ക്ഷേത്രം പണിയുന്നത് അപ്രായോഗികമായതുകൊണ്ട് അവരന്നത്തെ ഒരു സൗകര്യം നോക്കി. അപ്പോൾ ഇവിടെ വൃക്ഷങ്ങളാണെന്ന് പറഞ്ഞല്ലോ, തെങ്ങും കവുങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സൗകര്യം നോക്കി അവർ അടയ്ക്കാമരം, കവുങ്ങ്, അതിൻ്റെ തടി, വാഴപ്പോള, അതുപോലെ കുരുത്തോല, ഈ 3 സാമഗ്രികൾ കൊണ്ട് ഒരു ക്ഷേത്ര മാതൃകയിൽ ഒരു കുരുത്തോല പന്തൽ ഈ ശിലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചു. തിരുമുന്നിൽ വിളക്ക് വെച്ചു, മാല ചാർത്തി. എന്നിട്ട് അപ്പോഴത്തേക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മട്ടം അവിടെ വന്നു കഴിഞ്ഞു. ആ ജ്യോത്സ്യൻ വീണ്ടും മറ്റൊരു കാര്യം പറഞ്ഞു. ക്ഷേത്രത്തിന് ഈ ശ്രീകോവിലിന് മേൽക്കൂര പാടില്ല. മഴയും വെയിലും മഞ്ഞും ഋതുഭേദങ്ങളെല്ലാം തൻ്റെ മേനിയിൽ ആവാഹിക്കണമെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. ഭഗവതിക്കാണ് അതാണ് ഇഷ്ടം. കാരണം ഈ വീരഭട്ടാരി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ആദിപരാശക്തിയുടെ ഒരു അവതാരമാണ്. ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടതാണ്. ഈ ആദിപരാശക്തി തന്നെ ദുർഗാഭഗവതിയായിട്ടാണ് അവതരിച്ചത്. ദുർഗാഭഗവതിക്ക് 2 വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്, ശാന്തവും ബീഭത്സവും. ബീഭത്സ രൂപത്തിൻ്റെ ഒരു രൂപമാണ് ഭദ്രകാളി. 1000 ഭദ്രകാളിമാർ ചേരുമ്പോൾ ഒരു വീരഭട്ടാരിയ. അങ്ങനെയുള്ള വീരഭട്ടാരിയാണ് ഈ കൂടിയുള്ളത്. അപ്പോൾ അത്രത്തോളം ശക്തിമതിയാണ് ഈ ഭഗവതി, ശക്തിഭദ്രയാണ്. ഈ ഭഗവതിയുടെ, ദുർഗാഭഗവതിയുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് വിന്ധ്യാപർവ്വതങ്ങളാണ്. അപ്പോൾ അവിടെ മഴയും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ടാണ് ഭഗവതി വാഴുന്നത്. ആ ഒരു രീതിയിൽ വേണം ഇവിടെയും വാഴാൻ. അതുകൊണ്ട് ക്ഷേത്രത്തിന് മേൽക്കൂര പാടില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അപ്പോഴും ശിലയിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കാലത്ത് വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അന്ന് ഈ മുറിവ് പറ്റുമ്പോഴും ത്വക്ക് രോഗം വരുമ്പോഴും ഒക്കെ നാട്ടുവൈദ്യം, ഒരു നാട്ടിൻപുറത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമുണ്ട്, ഉരുക്ക് വെളിച്ചെണ്ണ. എല്ലാം നിയോഗമാണ്. ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നാളികേരം, തേങ്ങ തിരുമ്പിയതിൻ്റെ പീരയെടുത്ത് ഈ ചട്ടിയിലിട്ട് ഉരുക്കിയെടുത്ത് എടുക്കുന്ന വെളിച്ചെണ്ണ, അതാണ് ഉരുക്ക് വെളിച്ചെണ്ണ. അത് വലിയ ഔഷധമാണ്. അത് ഇപ്പോഴത്തെ കാലത്തും അത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണ എടുത്ത് ഈ മുറിവിൽ പുരട്ടുമ്പോൾ രക്തപ്രവാഹം നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. സൂക്ഷ്മം പോലെ ജ്യോത്സ്യം പറഞ്ഞതനുസരിച്ച് ആ രക്തപ്രവാഹം നിന്നു. ഉരുക്ക് വെളിച്ചെണ്ണ പുരട്ടിയപ്പോൾ ആ രക്തപ്രവാഹം നിന്നു. ആ മുറിവ് അവിടെ പറ്റിയായിട്ട് അറിഞ്ഞില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഒരു നാളികേരത്തിലൂടെയാണ് ഈ ഭഗവതിയുടെ സാന്നിധ്യം ഭഗവതി ഭക്തജനങ്ങളെ അറിയിച്ചത്. അപ്പോൾ അതൊരു നിയോഗമാണ്. ഈ നാളികേരമാണ് ഒരു നിമിത്തമായത്. അതുകൊണ്ട് ഈ നാളികേരമാണ് ഭഗവതിയുടെ ആദ്യത്തെ പൂജാദ്രവ്യം. വെളിച്ചെണ്ണ എടുത്ത്, ഉരുക്ക് വെളിച്ചെണ്ണ എടുത്ത് നമ്മളത് ഔഷധമായിട്ട് ഉപയോഗിച്ചു. ശേഷിക്കുന്ന ആ കൊന്ത്, അവശിഷ്ടം, റെസിഡ്യൂ, അതിന് കൊറ്റൻ എന്നാണ് പറയുന്നത്. കൊറ്റൻ. തേങ്ങ ഉരുക്ക് വെളിച്ചെണ്ണ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന അവശിഷ്ടത്തിൻ്റെ പേര് കൊറ്റൻ എന്നാണ്. ഈ കൊറ്റൻ വേണം ഭഗവതിക്ക് ആദ്യത്തെ നിവേദ്യമായി സമർപ്പിക്കേണ്ടത്. അപ്രകാരം ആ കൊറ്റൻ ഭഗവതിയുടെ മുന്നിൽ നേദിച്ചു, അർപ്പിച്ചു. അതായിരുന്നു ഭഗവതിയുടെ ആദ്യത്തെ നിവേദ്യം. അപ്പോഴേക്കും എല്ലാവരും അങ്ങ് ആഹ്ലാദഭരിതരായി. ആൺകുട്ടി, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെങ്ങും താമസക്കാരുമില്ല. അപ്പോൾ ആൺകുട്ടികൾ ഈ വെള്ളയ്ക്കായും ഈർക്കലും കൊണ്ട് കുതിരയുടെ മാതൃക രൂപങ്ങളുണ്ടാക്കി അവർ 4 വശം കെട്ടിവലിച്ച് ഉത്സവം ആഘോഷിച്ചു. അപ്പോൾ അവർക്കൊരാഗ്രഹം, വിളക്കെടുക്കണം. ഈ താലപ്പൊലിയും വിളക്കൊക്കെ എടുക്കുന്നത് പെൺകുട്ടികളാണ്. പക്ഷേ ഇവിടെങ്ങും താമസക്കാരുമില്ല. ദൂരെ നിന്നൊക്കെ പെൺകുട്ടികളെ വരുന്നതിൻ്റെ ഒരു അസൗകര്യം കണക്കിലെടുത്ത് ഈ ആൺകുട്ടികൾ തന്നെ പെൺവേഷം ഇട്ടുകൊണ്ട് അവർ വിളക്കെടുത്തു. അപ്പം ആൺകുട്ടികൾ പെൺകുട്ടികളായി ചമഞ്ഞുകൊണ്ട് വിളക്കെടുത്തുകൊണ്ട് ആ വിളക്കെടുപ്പിനെ ചമയവിളക്കെന്ന് വിശേഷിപ്പിച്ചു. ആ ചമയവിളക്കിൻ്റെ ഒരു ആചാരമാണ്, അല്ലെങ്കിൽ അനുഷ്ഠാനമാണ് ഇന്നും ഇവിടെ നടക്കുന്നത്. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി എടുക്കുന്ന ചമയവിളക്ക്. ഈ ചമയവിളക്ക് ഇന്ന് വിശ്വപ്രസിദ്ധമാണ്. നമ്മുടെ നാട്ടുകാരും കേരളീയരും ഭാരതീയരും മാത്രമല്ല വിദേശികൾ പോലും ഈ ചമയവിളക്ക് എടുക്കാനും ആ ദൃശ്യഭംഗി ആസ്വദിക്കാനും ഇവിടെ വരാറുണ്ട്. മീനമാസത്തിലെ, കൊല്ലവർഷം മീനമാസത്തിലെ 10, 11 തീയതികളിലാണ് ചമയവിളക്ക് മഹോത്സവം ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് വിശ്വപ്രസിദ്ധമാണ് ഈ ചമയവിളക്ക് മഹോത്സവം. അപ്പോൾ അന്ന് ഈ ദേവീ സാന്നിധ്യം അറിഞ്ഞ സമയത്ത്
അന്നത്തെ ആൺകുട്ടികൾ പെൺവേഷമണിഞ്ഞ് ചമയവിളക്കെടുത്തതിൻ്റെ ഒരു ആവർത്തനമാണ് അല്ലെങ്കിൽ അനുഷ്ഠാന കർമ്മമാണ് ഇപ്പോഴത്തെ ചമയവിളക്ക് മഹോത്സവം. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു തുടക്കം വിട്ടു. മാത്രമല്ല വളരെ നമുക്ക് കൗതുകം അല്ലെങ്കിൽ അത്ഭുതം തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ അത് ഈ ദേശത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന നിലയിൽ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ സ്ഥലത്തിൻ്റെ പേര് കൊറ്റൻകുളങ്ങര എന്നാണ്. ആ സ്ഥലനാമം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ഷേത്രം ഇവിടെ വരുന്നതിന് മുമ്പ് ഇത് വിജനമായ വനപ്രദേശമായിരുന്നു. വൃക്ഷങ്ങളെ കൂടാതെ 2 കുളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കൊരു ചിറയും പടിഞ്ഞാറ് മാറി ഒരു ചെറിയ കുളവും, അത് ഭൂതക്കുളം. ഭൂതക്കുളത്തിൻ്റെ കരയിൽ കൊറ്റൻ നിവേദിച്ച ക്ഷേത്രം എന്നർത്ഥത്തിൽ പിൽക്കാലത്ത് അത് കൊറ്റൻകുളങ്ങര ക്ഷേത്രമായി മാറി. അങ്ങനെയാണ് കൊറ്റൻകുളങ്ങര ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായത്. കൊറ്റൻകുളങ്ങര എന്നുള്ള പേര് അങ്ങനെയാണ് വന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അതിൻ്റെ ഐതിഹ്യ പശ്ചാത്തലം അതാണ്. ഇപ്പോൾ കൊറ്റൻകുളങ്ങര എന്ന പേരിൽ ക്ഷേത്രമുണ്ട്. ഈ നാഷണൽ ഹൈവേയിലെ ഈ ജംഗ്ഷൻ KSRTC ബസ് സ്റ്റോപ്പിൻ്റെ പേര് കൊറ്റൻകുളങ്ങര എന്നാണ്. അതുപോലെ ചവറ പഞ്ചായത്തിൽ, ഇത് ചവറ വില്ലേജും ചവറ പഞ്ചായത്തും ഒക്കെയാണ് ഈ പ്രദേശം. കൊല്ലം ജില്ലയിലെ ചവറ പഞ്ചായത്തിൻ്റെയും ചവറ വില്ലേജിൻ്റെയും ഒരു ഭാഗമാണ് ഈ ക്ഷേത്രം. ചവറ പഞ്ചായത്തിലൊരു വാർഡ് കൊറ്റൻകുളങ്ങര എന്ന പേരിലുണ്ട്. പിന്നെ അതുപോലെ കിഴക്കുമാറി ഒരു സ്കൂളുണ്ട്, കൊറ്റൻകുളങ്ങര ഗവൺമെൻറ് കൊറ്റൻകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ അങ്ങനെ കൊറ്റൻകുളങ്ങര എന്ന പേരിൽ ക്ഷേത്രം, ജംഗ്ഷൻ, പഞ്ചായത്തിൻ്റെ വാർഡ്, സ്കൂൾ, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഈ പേരുകളൊക്കെ വന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും ഐതിഹ്യത്തിൽ നിന്നുമാണ്. ഇവിടുന്നാണ് ഈ നാമധേയം എല്ലായിടവും പോയത്. ഇതിനെല്ലാം നിമിത്തമായത് ഒരു നാളികേരമാണ്. അപ്പം നാളികേരത്തിൽ നിന്നാണ്, ഒരു നാളികേരമാണ് ഈ ദേശത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചതും ചരിത്രം തിരുത്തിക്കുറിച്ചതും. ഇവിടെ ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ചിങ്ങമാസത്തിൽ നിറയും പുത്തരി. നിറയും പുത്തരി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കന്നിക്കൊയ്ത്ത് സമയമാണ്. അപ്പോൾ വയലിൽ നിന്നും, ചിങ്ങമാസം എന്ന് പറയുമ്പോൾ കൊല്ലവർഷത്തിൻ്റെ ആരംഭമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു കൊല്ലവർഷത്തിലെ ആദ്യത്തെ വിളവെടുപ്പാണത്. അപ്പം ഒരു ഈ 10ാമതേ, മേടമാസത്തിൽ ഈ 10ാമതയൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് അതിനുമുമ്പുള്ള വേനൽ കഴിഞ്ഞ് 10ാമതയത്തിലൊരു മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണൊക്കെ നനഞ്ഞ് ആ സമയത്താണ് വിത്തിടുന്നത്. വിത്തിട്ട് അത് കിളിർത്ത് നെൽച്ചെടിയായി അതിൻ്റെ വിളവാകുമ്പോഴത്തേക്ക് ഈ ചിങ്ങമാസമാവും, പുതുവർഷ ആരംഭമാവും. അപ്പോൾ ആ സമയത്ത് വിളവൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ കറ്റയൊക്കെ മെതിച്ച് ധാന്യങ്ങളൊക്കെ പത്തായത്തിലൊക്കെ ആക്കും. അപ്പോൾ അങ്ങനെ ആ വിളവെടുക്കുമ്പോൾ ആദ്യം കൊയ്തെടുക്കുന്ന നെൽക്കതിർ ഭഗവതിക്ക് സമർപ്പിക്കും. അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും അതാത് സ്ഥലത്തെ പ്രധാന ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് സമർപ്പിക്കും. അതാണ് ഈ നിറയും പുത്തരി. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിലും ഒരു കൊല്ലവർഷം ആരംഭം എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിലെ ഒരു ആദ്യത്തെ ആചാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ഈ നിറയും പുത്തരിയുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തുലാമാസം ആകുമ്പോഴത്തേക്ക് ഇവിടെ ശ്രീമദ് ഭാഗവത സപ്താഹമുണ്ട്. അതിനോടനുബന്ധിച്ച് നവരാത്രി മഹോത്സവമുണ്ട്. നവരാത്രി മണ്ഡപവും നവരാത്രി മഹോത്സവത്തിന് വേണ്ടി നവരാത്രി മണ്ഡപം ഒരുക്കും. ആ മണ്ഡപത്തിൽ സരസ്വതി പൂജ വയ്പ്പ്, പുസ്തകം പൂജ വയ്പ്പ്, അതുപോലെ വിജയദശമിക്ക് പൂജയെടുപ്പ് തുടങ്ങിയ അനുഷ്ഠാനങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തിൽ മണ്ഡല ചെറുപ്പ്, അതിനോടനുബന്ധിച്ച് കളമെഴുത്തും പാട്ടുണ്ട്, ഭദ്രകാളിപ്പാട്ട്. വൃശ്ചികം 1 തുടങ്ങിയാൽ 30 കളം പൂർത്തിയാവും. ഓരോ ദിവസവും, അതായത് 5 തരം പൊടികൾ ഉപയോഗിച്ചാണ് ഈ കളം വരയ്ക്കുന്നത്. 5 തരം പൊടികൾ ഉപയോഗിച്ച് അങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ ഒരു ആചാര്യനുണ്ട്. അദ്ദേഹം ഈ ഭദ്രകാളിപ്പാട്ട് പാടിക്കൊണ്ട് ഈ പൊടികളിങ്ങനെ നിറയ്ക്കും. എന്ന് പറയുമ്പോൾ ആ പൂർണ്ണ രൂപത്തിൻ്റെ 30ൽ ഒരു ഭാഗമാണ് ഓരോ ദിവസവും അദ്ദേഹം അവിടെ നടത്തുന്നത്. അങ്ങനെ 30 ദിവസങ്ങൾ കൊണ്ട് ഈ ഭദ്രകാളിയുടെ പൂർണ്ണ രൂപം അവിടെ നിർമ്മിതമാകും. അന്ന് ഈ കർമ്മം പൂർത്തിയാവും. അതാണ് കളമെഴുത്തും പാട്ട് എന്ന് പറയും. അങ്ങനെ വൃശ്ചികം 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ കളമെഴുത്തും പാട്ടുമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചന്ദ്രപൊങ്കാലയുണ്ട്, ചന്ദ്രപൊങ്കാല. പിന്നെ നാരങ്ങാദീപമുണ്ട്, നാരങ്ങാ വിളക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ മീനമാസത്തിൽ ചമയവിളക്ക്. ചമയവിളക്കിനോടനുബന്ധിച്ച് ഇവിടെ കിഴക്ക് വശത്തൊരു വയൽ പ്രദേശമുണ്ട്. ഈ കെട്ടുകാഴ്ചകളൊക്കെ നടന്നൊരു വയൽ പ്രദേശം, കാഴ്ചവയൽ.
അതിൻ്റെ പേര് കടത്താറ്റുവയൽ എന്നാണ്. കടത്താറ്റുവയൽ. അവിടെയാണ് ഈ ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചകളും മറ്റ് ദൃശ്യങ്ങളും ഒക്കെ സമാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കെട്ടുകാഴ്ചയുടെ ഒരു വയൽ പ്രദേശമാണത്, കാഴ്ചവയൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ വയൽ പൊങ്കാലയുണ്ട്, കടത്താറ്റ് വയൽ പൊങ്കാല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും വെച്ച് ഭഗവതിക്ക് ഏറ്റവും പ്രിയം ചമയവിളക്കാണ്. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ആ ചമയവിളക്കാണ് ഭഗവതിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് ദേവപ്രശ്നത്തിലും ഓരോ ഭക്തജനങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്.